കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഇതൊരു നോർമൽ ചോക്ലേറ്റ് കേക്ക് അല്ല. കുനാഫ ചോക്ലേറ്റ് ലവേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു സ്പെഷ്യൽ റെസിപ്പിയാണിത്. നമ്മുടെ അടുത്തുള്ള ബേക്കറിയിലൊന്നും പിസ്താഷ്യോ ചോക്ലേറ്റ് കേക്ക് കസ്റ്റമൈസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആളുടെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. 1.5 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ്, അതെല്ലാം കൂടെ 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാര പൊടിച്ചു വെച്ചിട്ടുണ്ട്. 1 കപ്പ് പാലിലേക്ക് 3 കപ്പ് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതുപോലെ ബാച്ചസ് ആയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു ബേക്കറി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ചെറു ചൂടുള്ള വെള്ളത്തിലേക്ക് 1 പാക്കറ്റ് ബൂസ്റ്റിന്റെ പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഓരോ ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബൂസ്റ്റിന്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി എത്തിയില്ലെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിത് ഓവൻ ഇല്ലാതെയാണ് ബേക്ക് ചെയ്യുന്നത്. അതിൻ്റെ സെറ്റപ്പ് കാണിച്ചു തരാം. 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്കാണ് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്യണം. എയർ ബബിൾസ് എല്ലാം റിലീസ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ്. ഇതൊരു 6-7 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ്. അതിനുശേഷമാണ് ഈ കേക്ക് ടിന്ന് നമ്മളതിലേക്ക് വെക്കേണ്ടത്. ഓരോ ഫ്ലെയിമിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ ബേക്കിംഗ് ടൈം കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒരു 47-50 മിനിറ്റ്സും കൊണ്ടാണ് ഇത് ബേക്ക് ചെയ്തെടുത്തത്. നല്ല സോഫ്റ്റും ചോക്ലേറ്റി ആയിട്ടുള്ള കേക്കാണ് ഇത്. ഇനി നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. ആളൊരു പിസ്ത ലവറാണ്, അതുകൊണ്ടാണ് ഈ കേക്ക് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത്. റോസ്റ്റഡ് പിസ്താഷ്യോൻ്റെ മാക്സിമം സ്കിന്നൊക്കെ കളഞ്ഞിട്ട് അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. കുറേ തവണ പൾസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് തന്നെ ബട്ടർ റിലീസ് ആവും. അപ്പോൾ അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും പാലും പൊടിച്ച് പഞ്ചസാരയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് റെഡി. ഇനി നമുക്ക് കുനാഫ ഡോ ഉണ്ടെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വേർമിസെല്ലി എടുക്കാം. തിന്നായിട്ടുള്ള വേർമിസെല്ലി എടുക്കാൻ ശ്രദ്ധിക്കുക. അത് ബട്ടറിലൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അൺസോൾട്ടഡ് ബട്ടറാണ് എടുക്കേണ്ടത്. ഒരുപാട് എക്സ്പെൻസീവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഫില്ലിങ്ങിൻ്റെ കൂടെ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റിന് പകരം മിൽക്കി ബാറാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് പാലും മിൽക്കി ബാറിൻ്റെ 2 പീസും നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്താഷ്യോ ബട്ടറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്ഡ് ക്രീം ഒന്ന് ഉണ്ടാക്കണം. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ബൗളും ബ്ലേഡ്സും ആണത്. അതിലേക്ക് ലിക്വിഡ് കൺസിസ്റ്റൻസിയിലുള്ള 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. 100 ഗ്രാം ചോക്ലേറ്റും 100 ml വിപ്പിംഗ് ക്രീമും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേക്കിലേക്ക് ഓരോ ലെയറായിട്ട് വെച്ച് കൊടുക്കാം. കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് പാലും പഞ്ചസാരയും കൂടെ ഒഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ അത്യാവശ്യം ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ടൂൾസ് എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. കൊറോണ ടൈമിൽ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി കുറേ ടൂൾസ് വാങ്ങിയതുകൊണ്ട് അത്യാവശ്യം ടൂൾസൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം ഞാൻ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ. കേക്കിൽ പേരെഴുതാൻ ഞാൻ ഇത്തിരി മോശമാണ്, അതുകൊണ്ട് കേക്ക് ടോപ്പറാണ് വെച്ചത്. ആൾക്ക് ഏതായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു.